ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമുക്കൊരു തേങ്ങാ പുഡിങ് ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ആ പുറത്തത്തെ ആ ഒരു കളറുണ്ടല്ലോ, അതൊന്ന് ഒഴിവാക്കണം. അതൊഴിവാക്കിയാലേ നല്ല വെള്ള കളറായിട്ട് കിട്ടുള്ളൂ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് തന്നെ അതിൻ്റെ തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ച് അതിൻ്റെ പാൽ എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചേക്കുക, കുറച്ച് മാറ്റി വെക്കണം. അത് കോൺഫ്ലോർ ഇട്ട് കലക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്നിട്ട് പാൽ ചൂടായി വരുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുത്തും കൊണ്ടേ ഇരിക്കുക. അപ്പോൾ അതാ ഒരു കയ്യിൽ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് ഞാൻ. അത് ആ പാലിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ എനിക്ക് ഇൻസ്റ്റാഗ്രാം ID ഉണ്ട്, സുഹറ മറിയം എന്ന് പറഞ്ഞിട്ട്. ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിലും കുക്കിംഗ് വീഡിയോസുകളൊക്കെ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ യൂട്യൂബിൽ ലൈവ് വരാറുണ്ട് ഒരു രാത്രി 8:30. അപ്പോൾ എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്യുക. ലൈവിൽ നമുക്ക് കുറച്ച് സമയം സംസാരിക്കാം. പിന്നെ അതാ പാല് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തേങ്ങക്ക് മൂപ്പ് കുറവായ കാരണം തോന്നുന്നുണ്ട് ഇത് അത്രയ്ക്ക് അങ്ങോട്ട് കറക്റ്റായി കിട്ടിയില്ല. എന്നാലും ഇതിവിടെ കിടന്നോട്ടെ വിചാരിച്ചിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതാ കോൺഫ്ലവർ കലക്കിയതും കൂടി അതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കൽ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ട പിടിക്കും. അപ്പോൾ കട്ട പിടിക്കാതെ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം നല്ല കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നതിന് ശേഷം അതിൻ്റെ ചൂടൊക്കെ ആറി തണുത്തതിന് ശേഷം ഫ്രീസ് ചെയ്യണം. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല, ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതിയാകും. അപ്പോൾ അതാ 2 മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തപ്പോൾ അതാ പാത്രത്തിൽ നിന്നും വിട്ടു പോന്നിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട്